നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി 2026 ആണ്ട്, ആടി മാസത്തോടെ 4-ാമത്തെ വെള്ളിയാഴ്ച. അതോട് ചേർന്ന് വരുന്ന ദശമി തിഥിയും കൂടെ. പൊതുവെ ദശമി തിഥി എന്നാല് വെற்றி, വിജയത്തെ വാരി വിതറുന്ന ഒരു തിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ദശമി തിഥിയോടുകൂടി ആടി വെള്ളി ചേർന്ന് വന്നിരിക്കുന്നതിനാല് ഇന്ന് നിങ്ങള് വൈകുന്നേരത്ത്, കുറിപ്പിട്ട് പറഞ്ഞാല് വൈകുന്നേരം 6 PM മേലെ, 6 മണിക്ക് മേലെ, അത് നോക്കിയാല് 8 to 9 PM ശുക്രഹോരയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോ നമ്മൾ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാല്, നമുക്ക് എല്ലാ ഐശ്വര്യവും 16 സെൽവവും നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നതിന്, നമ്മുടെ വീട്ടില് ഒന്നിനും കുറവില്ലാതെ ഇരിക്കുന്നതിന്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊരുൾകൾ വേണം. അത് എന്താച്ചാല്, ഫസ്റ്റിൽ നിങ്ങൾ വന്നിട്ട് ഒരു ഗ്ലാസ് ബൗൾ, കണ്ണാടി പാത്രം എടുത്തോളുക. ഇത് പിത്തളയോ ചെമ്പോ വെള്ളിയോ അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല. കണ്ണാടി ബൗൾ മാത്രമേ എടുക്കാവൂ. നല്ല കഴുകി ശുദ്ധമാക്കിയിട്ട് അതിന്റെ പുറത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെ മഞ്ഞൾ പൂശുക. എന്നിട്ട് 3 ഇടത്തിലായിട്ട് കുങ്കുമം വെച്ച് പൊട്ടുവെച്ചോളുക. വേറൊന്ന് മൺപാത്രം, കണ്ണാടി പാത്രം, സെറാമിക്, അത് യൂസ് ചെയ്യാം. അതിനാല് നമുക്ക് ഈ മൺചിരാതുണ്ടല്ലോ, നമ്മുടെ ഇടിഞ്ഞില് ഉപയോഗിക്കാം. വീട്ടിൽ നേരത്തെ ഉപയോഗിച്ചിരുന്നത് എടുക്കാം. പക്ഷെ അത് ഒത്തിരി അങ്ങ് പഴയതായത് എടുക്കാൻ പാടില്ല. ഒരുവിധം പുതിയതായത് എടുത്തോളുക. അതിന്റെ പുറത്തും ഇങ്ങനെ മഞ്ഞൾ തടവിയിട്ട് 3 ഇടത്തോ അല്ലെങ്കിൽ 5 ഇടത്തോ കുങ്കുമം കൊണ്ട് പൊട്ടുവെച്ചോളുക. ഇനി ഒന്ന് ഞാൻ പറയാം, ഇത് ഇന്ന് ശുദ്ധബദ്ധമായിരിക്കുന്നവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നോൺ വെജ് കഴിച്ചിട്ടൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ പീരീഡ്സ് ടൈമിൽ ഇരിക്കുന്നവരും ഇതൊന്നും ചെയ്യരുത്. പുലവാലയമയുള്ളവരും ചെയ്യാൻ പാടില്ല. ശരിയാ? ഫസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ പൂജാറയിൽ വിളക്കേത്തി വെക്കുക. എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പൊതുവെ പറഞ്ഞാല് ആടി വെള്ളിയാഴ്ച നമ്മൾ വീട്ടില് പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലത്. എല്ലാരും വന്നിട്ട് കമന്റ് സെക്ഷനില് മഹാലക്ഷ്മി ദേവിയേ വരിക എന്ന് ടൈപ്പ് ചെയ്തോളുക. ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി ദേവി വീട്ടിൽ വന്നാലും മാത്രം പറ്റില്ല. അവര് വന്ന് ദിവസേന, അതായത് നിത്യവാസം ചെയ്ത് 16 സെൽവങ്ങളും തന്ന് എപ്പോഴും ഇങ്ങനെ വരുമാനം വന്നിട്ടേ ഇരിക്കണം. അതാണ് മഹാലക്ഷ്മി ദേവിയുടെ അരുള് കിട്ടുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ വഴിപാട് നിങ്ങൾ ചെയ്തോളുക. ഇനി ബൗൾ എടുത്തല്ലോ, എല്ലാം പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ ബൗളിൽ നമ്മൾ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് എന്താച്ചാല് പൈസയാണ് വെക്കേണ്ടത്. അതായത് ഒരു 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ 500 രൂപയോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, കൂടെ ഒരു 1 രൂപ കോയിൻ കൂടെ, നാണയം കൂടെ ചേർത്ത് വെച്ചോളുക. അപ്പോൾ 11 രൂപ വെച്ചൊന്ന് വെച്ചോളൂ. ശരിയാ? പൈസ എത്ര വേണോ നിങ്ങൾക്ക് വയ്ക്കാം. പക്ഷെ മിനിമം വയ്ക്കേണ്ടത് 11 രൂപയാണ്. ഫസ്റ്റ് പണം വെച്ചോളുക. കാരണം നമ്മൾ ജീവിതത്തിൽ വന്നിട്ട് നന്നായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യം? പണമല്ലേ ആവശ്യം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ധാന്യങ്ങളല്ലേ വേണ്ടത് നമ്മുടെ ആവശ്യത്തിന്. സോ ഇനി നമ്മൾ ഇതിന്റെ മേലെയായിട്ട് ധാന്യം നിരത്തണം. ധാന്യം എന്ന് വെച്ചാൽ അരി. അത് പച്ചരിയാണ് നിരത്തേണ്ടത്. ഈ വലത് കയ്യിലായിട്ട് ഒരു 3 പിടി പച്ചരി എടുത്ത് ഈ ബൗള് നിറച്ചോളുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങൾ ഏത് സൈസിലുള്ള ബൗൾ എടുത്താലും നിങ്ങൾ 2 കൈ കൊണ്ടും അരി ചേർത്ത് അതില് ബൗളിൽ നിറയ്ക്കുക. 3 തവണ അതില് അള്ളി പൗഡർ മാതിരി നിങ്ങൾ പോട്ടുക്കോങ്ക. ഒത്തിരി അങ്ങ് ചിമ്പ വേണ്ട, ഒരു മുക്കാവാസി അത്രയും നിങ്ങൾ നടത്തിക്കൊള്ളുക. ഇപ്പോ 3 തവണയാണ് അരി ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 3 തവണ നിങ്ങൾ അരി ഫില്ല് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാ വിട്ട് ചൊല്ലേണ്ട ഒരു വാക്യം എന്താച്ചാല്, അക്ഷയം അക്ഷയം അക്ഷയം. ഇങ്ങനെ നിങ്ങൾ 3 തവണ ചൊല്ലിക്കൊള്ളുക. ഇതില് ക്ഷയം മീൻസ് തേഞ്ഞു പോണത്, മറഞ്ഞു പോണത്. എന്നാൽ അക്ഷയം മീൻസ് ഒരിക്കലും വറ്റാത്തത്, വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിയാ? സോ നമ്മുടെ വീട്ടില് ഏതൊരു കാലത്തും ധാന്യത്തിന് കുറവേ ഇരിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അക്ഷയം 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 3 തവണ നിങ്ങൾ അരി ഇതിൽ പോടുമ്പോഴും ഇങ്ങനെ ഈ വാക്ക് 3 തവണയും ചൊല്ലിക്കോളുക. ഇതെല്ലാം വന്നിട്ട് ചെറിയ ചെറിയ ഞുറുക്കുകള്. ശരിയാ? നമ്മള് ഇങ്ങനെ അരിയും നിരത്തി ഈ ഒരു
ഭയങ്കര വിശേഷപ്പെട്ട വാക്യവും ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് വെற்றி നിശ്ചയം. ദെൻ ഈ പച്ചരിയുടെ മേലെ അടുത്ത് നമ്മൾ വയ്ക്ക വേണ്ടിയ പൊരുൾ എന്താച്ചാല് അത് കുറച്ച് വേപ്പില കുറച്ച് വെച്ചോളുക. ആര്യവേപ്പിലയാണ്. ഇനി വേപ്പില എന്ന് പറയുമ്പോൾ കറിയാപ്പില ഒന്നും എടുത്ത് വെക്കരുത്. കാരണം ഈ ആടി മാസത്തില് വേപ്പിലയുടെ പ്രാധാന്യം ഭയങ്കര വലുതാണ്. എല്ലാ പൂജകളിലും ആര്യവേപ്പിന്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആടി വെള്ളി വഴിപാട് നമ്മൾ ചെയ്യുമ്പോൾ അന്നയോടെ മറ്റൊരു സ്വരൂപമായിരിക്കുന്ന ഈ വേപ്പിലയെ അവശ്യം ഇതിന്റെ കൂടെ വെച്ചോളുക. ഇത്രയും വച്ചൂലോ. ഇനി ഇതിന്റെ മേലെ വന്നിട്ട് ഒരു നെയ്ദീപം വയ്ക്കണം. ഒരു ചെറിയ ഇടിഞ്ഞില് നെയ്ദീപം വെച്ചോളുക. നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ താമരത്തണ്ടിന്റെ തിരിയിട്ട് വെച്ചോളുക. അതല്ല ഇല്ലാച്ചാല് നിങ്ങൾ ചുമന്ന തിരിയോ അല്ലെങ്കിൽ വെള്ളപ്പഞ്ഞി തിരിയോ ഇട്ടോളുക. ഇത് വന്നിട്ട് ഏത്തിയിട്ട് വേറൊന്ന് ഇത് വന്ന് എപ്പോ ചെയ്യാമെന്ന് ചോദിച്ചാല് ശുക്രഹോര നേരത്തിൽ ചെയ്തിട്ട് അത് ഒത്തിരി നല്ല ടൈം. പിന്നെ നിങ്ങൾക്ക് ആ സമയം അസൗകര്യം എന്ന് തോന്നുന്നവര് 6 മണിക്ക് മേലെ എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഈ വിളക്ക് വന്നിട്ട് എത്ര നേരം എരിയണമെന്ന് ചോദിച്ചാല് അരമണി നേരത്തിലിരുന്ന് 1 മണി നേരം വരെയും, ദാറ്റ് മീൻസ് ഹാഫ് ആൻ അവർ ടു 1 അവർ വരേക്കും ഇത് എരിയലാം. ഇപ്പോ ദീപവും ഏത്തി വെച്ചല്ലോ. ഇനി എന്താ വേണ്ടിയ പൊരുളെന്ന് ചോദിച്ചാല് ഒരു മുഖം നോക്കുന്ന മിറർ, കണ്ണാടിയാണ്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ ഒരു കണ്ണാടിയും കൂടെ വെച്ചോളുക. സോ ദാറ്റ് இந்த പൊരുള് ഇങ്ങനെയേ ഈ വിളക്ക് കത്തുന്നത് വന്നിട്ട് കണ്ണാടിയിൽ ഇതിന്റെ ബിംബം കാണാം. ആ ബിംബം അങ്ങ് പ്രതിഫലിക്കണം. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എന്താച്ചാല് ഏതൊരു നല്ല വിഷയത്തിനെയും നമ്മൾ കണ്ണാടിയില് പ്രതിഫലിക്ക വയ്ക്കുമ്പോൾ അത് വന്നിട്ട് അത് 10 മടങ്ങ് ഇരട്ടിച്ച് നമുക്ക് കിട്ടും. ഈ കണ്ണാടി എടുക്കാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ഡെയിലി നമ്മൾ മുഖം നോക്കി അലങ്കാരം ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ണാടി എടുക്കാൻ പാടില്ല. നമ്മൾ പൂജാ വിധികൾക്കായിട്ട് പ്രത്യേകിച്ചൊരു ചെറിയ കണ്ണാടി വാങ്ങി വെച്ചോളുക. സ്വാമിക്ക് മുമ്പ് നിങ്ങൾ വെച്ചിരിക്കുന്ന കണ്ണാടി തന്നെ എടുത്തോളുക. അങ്ങനെ വെച്ചിരിക്കുന്ന കണ്ണാടി ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ മുഖം നോക്കാനായിട്ട് എടുക്കാൻ പാടില്ല. വെച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് മഹാലക്ഷ്മി അമ്മയുടെ മുന്നേ ഭയങ്കര മനസ്സ് നല്ല കോൺസെൻട്രേഷനിൽ വെച്ചിട്ട് വേറെ ഒരു ചിന്തയില്ലാതെ പോസിറ്റിവിറ്റി ആയിട്ട് വെച്ചിട്ട് അമ്മനോട് പ്രാർത്ഥിച്ചോളുക. സെൽവം വന്നു ചേരണം, എല്ലാ ഐശ്വര്യങ്ങളും വരണം, നവനീതങ്ങളും വരണം, വീട്ടിൽ തേവയില്ലാത്ത പാഴ്ചെലവുകളൊന്നും വരാൻ പാടില്ല, ധനധാന്യങ്ങൾ എപ്പോഴും വീട്ടിൽ നിറഞ്ഞിരിക്കണം, നിത്യവാസം ചെയ്യുന്നത് മാതിരി അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് അമ്മയോട് അപേക്ഷിക്കുക. അമ്മനോട് മനസ്സാലെ നിങ്ങൾ വേണ്ടിക്കൊള്ളുക. ദീപം എല്ലാം ഏറ്റിവെച്ചു, ശരിയാ? ദീപം ഏറ്റിവെച്ചിട്ട് കണ്ണാടി വെക്കുമ്പോൾ ആ ബിംബം അതില് തെളിയണ മാതിരി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇതിൽ വന്നിട്ട് അടുത്തത് ഒത്തിരി മുഖ്യമാനത് നിങ്ങൾ വയ്ക്കുന്ന ദിശയാണ്. വടക്ക് തെക്ക് ദിശയിലോട്ട് നമ്മൾ വിളക്കേത്ത കൂടാതെ കിഴക്ക് സൈഡ് നോക്കി വേണം ദീപം വയ്ക്കാനായിട്ട്. എരിയേണ്ടത് കിഴക്ക് സൈഡ് നോക്കി, കണ്ണാടി അതിനെതിരെ നോക്കുന്നത് മാതിരി വെക്കണം. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ശരിയാ? ഈസ്റ്റ് ഫേസിങ്ങില് ദീപം, മിറർ വന്നിട്ട് വെസ്റ്റ് ഫേസിങ്ങിലായിട്ട്. മനസ്സിലായല്ലോ? ഒരു കാരണവശാലും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ദീപം വയ്ക്കാനേ പാടില്ല. ദീപം ഏറ്റി വെച്ചിട്ട് നമ്മൾ അരികില് ഇരുന്നിട്ട് മനസ്സാലെ നല്ല വേണ്ടിക്കൊള്ളുക. ഒരു അരമണി നേരത്തിലിരുന്ന് 1 മണി നേരം വരെ എരിഞ്ഞിട്ട് നമ്മളെ വന്ന് അതുവരെ അണഞ്ഞില്ല എങ്കിൽ നമ്മളെ വന്ന് ഒരു പൂവെടുത്ത് ദീപം അണച്ചോളുക. അടുത്ത നാള് രാവിലെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് இந்த വേപ്പിലിരിക്കുമില്ലയാ, അത് വന്നിട്ട് നന്നായിട്ട് വെയിലില് ഉണക്കി നമ്മള് സാമ്പ്രാണി പോയിക്കുന്നതിൽ ഇട്ടോളാം. രൂപ വന്നിട്ട് നിങ്ങൾ അരി വെക്കുന്ന പാനയിൽ വെച്ചോളുക. അത് പച്ചരി ആയാലും ശരി, പുഴുക്കലരി ആയാലും ശരി, അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് മാതിരി വെച്ചോളുക. ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആടി മാസത്തില് ഒരു വെള്ളിയാഴ്ചയെങ്കിലും ചെയ്തു വന്നോളുക. ഇന്ന് വന്നിട്ട് നമുക്ക് 4ാമത്തെ വെള്ളിയാണ്. 5ാമത്തെ വെള്ളിയാഴ്ച വന്നിട്ട് വരലക്ഷ്മി വ്രതമാണ് വരുന്നത്. വരലക്ഷ്മി വ്രതത്തിന് നമ്മൾ ഒരു ചില പേരുടെ വീട്ടിൽ പോവും, അതുപോലെ തന്നെ സുമംഗലികളെ നമ്മുടെ വീട്ടിലേക്കും വരുത്താറുണ്ട്. ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു വായ്പാണ് കിട്ടിയിരിക്കുന്നത്. വേറൊന്നും അപ്പൊ ഈ പച്ചരി എന്ത് ചെയ്യണമെന്ന് ഇനി ഡൗട്ട് വരാം. ഈ പച്ചരി നമ്മൾ വീട്ടില് പാചകത്തിന് വേണ്ടി എടുത്തോളൂ, ശരിയാ? ഇന്ന് നിങ്ങൾ എല്ലാവരും ഈ വഴിപാട് ചെയ്തോളുക. അരിയെടുത്ത് നിങ്ങൾ ഇതിലോട്ട് വെക്കുമ്പോൾ അക്ഷയം എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എല്ലാവരും കമന്റ് സെക്ഷനിൽ വന്നിട്ട് മഹാലക്ഷ്മിയെ അമ്മേ വരിക വരിക എന്ന് ടൈപ്പ് ചെയ്തോളുക. ഐ തിങ്ക്
നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലയെന്ന് കരുതുന്നു. ഡൗട്ട് ഏതാച്ചാൽ ഇരുന്നാൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.